കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതിയിൽ മുല്ലപ്പള്ളിയും വി എം സുധീരനും തമ്മിൽ കടുത്ത വാക്തർക്കം. സുധീരൻ ആദർശത്തിന്റെ തടവറയിലെന്ന് മുല്ലപ്പള്ളി. 10 വർഷമായി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാത്ത ആളിന്റെ വിമർശനം എന്നാണ് സുധീരന്റെ മറുപടി. ഇന്നലെ നടന്ന യോഗത്തിലാണ് വാക്തർക്കമുണ്ടായത്. എം.ആർ. സജേഷ് ചേരുന്നു. സജേഷ്, വിശദാംശങ്ങൾ. അരുൺ, രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ വി എം സുധീരൻ വാർത്താ സമ്മേളനം നടത്തും. ഇന്നലെ വൈകിയാണ് രാഷ്ട്രീയകാര്യ സമിതി അവസാനിച്ചത്. ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് മുല്ലപ്പള്ളി വലിയ തോതിലുള്ള വിമർശനം സുധീരനെതിരെ ഉന്നയിച്ചത്. സുധീരൻ ആദർശത്തിന്റെ തടവറയിലാണ്. ആദർശത്തിന്റെ തടവറയിലായിക്കോളൂ, പക്ഷെ അത് പാർട്ടിയെ ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിലാകരുത് എന്ന് പുനഃസംഘടനയിലെ സുധീരന്റെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി മുല്ലപ്പള്ളി പറഞ്ഞു. അതോടൊപ്പം തന്നെ കെ ബാബുവിന്റെ സുധീരൻ എടുത്ത നിലപാടിനെയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശിച്ചു. ഇതിന് സുധീരൻ നൽകിയ മറുപടി, 10 വർഷമായി പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കാത്ത ആളുകളാണ് ഇപ്പോൾ വിമർശിക്കുന്നത്. അത്തരം വിമർശനങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് സുധീരൻ മറുപടി നൽകി. എ ഗ്രൂപ്പ് ഒന്നടങ്കം സുധീരനെതിരെ ഇന്നലത്തെ യോഗത്തിലും തിരിഞ്ഞു. ആദ്യഘട്ടത്തിൽ സംസാരിച്ച നേതാക്കൾ കാര്യമായി വിമർശനങ്ങളിലേക്ക് കടന്നില്ല. എന്നാൽ എം ഹസൻ പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി കടുത്ത വിമർശനം തന്നെ സുധീരനെതിരെ ഉന്നയിച്ചു. കെ എം മാണിയെ വിജിലൻസ് എസ് പി റിപ്പോർട്ട് നൽകിയതിനു ശേഷം പോലും സംരക്ഷിക്കുന്ന നിലപാടാണ് വി എം സുധീരൻ സ്വീകരിച്ചത്. എന്നാൽ കെ ബാബുവിന്റെ കാര്യത്തിൽ അത്തരം ഒരു നിലപാട് ഉണ്ടായില്ല. സെപ്റ്റംബർ 24 ഇന്നലെ നടന്ന രാഷ്ട്രീയകാര്യ സമിതി വരെ ഒരു നിലപാട് പറയാൻ കാത്തിരിക്കേണ്ടി വന്നത് എന്തിനാണെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ വ്യക്തമാക്കണമെന്നും എം ഹസൻ ആവശ്യപ്പെട്ടു. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു പൊതുവികാരം, ബാബുവിന് രാഷ്ട്രീയ പിന്തുണ നൽകണം, അതേസമയം അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തെ തടയേണ്ട കാര്യമില്ല, എന്നാൽ രാഷ്ട്രീയമായ പകപോക്കലാണ് അന്വേഷണത്തിന് പിന്നിലെന്ന് എന്ന പ്രതിരോധം തീർക്കാൻ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് യോഗത്തിൽ പൊതുവികാരം ഉയർന്നു. അത് സംബന്ധിച്ച് രാഷ്ട്രീയ പ്രമേയവും പാസാക്കി. ആ പ്രമേയം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സുധീരൻ വായിക്കണമെന്ന നിർദ്ദേശവും ഇന്നലത്തെ യോഗത്തിൽ ഉണ്ടായി. വി എം സുധീരനൊപ്പം ഇന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും രമേശ് ചെന്നിത്തലയും പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അരുൺ, അതായത് സജയ്, സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ കഴിഞ്ഞ 8 മണിക്കൂർ, അതായത് ആദ്യത്തെ ദിവസത്തിൽ എടുത്തിട്ടുണ്ട്. ഇന്ന് സാങ്കേതികമായി ഈ തീരുമാനങ്ങൾ അറിയിക്കുകയാണ് കെ.പി.സി.സി പ്രസിഡന്റ് എന്ന തരത്തിലേക്കാണോ? അത് മാത്രമാണോ ഇന്നത്തെ നടപടിക്രമം? തീർച്ചയായും രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി തന്നെ അവസാനിച്ചു. ഏറ്റവും ഒടുവിൽ മുകുൾ വാസ്നിക്ക് അതിന്റെ ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങളും പുനഃസംഘടന സംബന്ധിച്ച് നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ തന്നെ DCC പുനഃസംഘടന പൂർത്തിയാക്കണം, 14 DCC പ്രസിഡന്റുമാരെയും മാറ്റണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ വച്ചു. കെ.പി.സി പ്രസിഡന്റ് മറുപടി പ്രസംഗത്തിന് ശേഷമായിരുന്നു മുകുൾ വാസ്നിക്ക് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ ഇന്നലെ രാത്രി മുന്നോട്ട് വെച്ചത്. അതോടുകൂടി യോഗം അവസാനിച്ചു. ഇനി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുക മാത്രമാണ് ഉണ്ടാവുക. അരുൺ. എം.ആർ. സജേഷ്, തിരുവനന്തപുരത്ത് നിന്ന്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യുതാനന്ദൻ കക്ഷി ചേരും. കേസ് അട്ടിമറിക്കാൻ വെള്ളാപ്പള്ളി നടത്തുന്ന ചെപ്പടി വിദ്യകളൊന്നും വിലപ്പോവില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിൽ ബി.ജെ.പിയുടെ അടിത്തറ BDJS ആണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ. BDJSന് നൽകിയ വാഗ്ദാനങ്ങൾ BJP പാലിച്ചില്ലെങ്കിൽ സഖ്യത്തിൽ വിള്ളലുണ്ടാകും. BDJSനെ അവഗണിക്കുന്നതിൽ അണികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. BJP സംസ്ഥാന നേതൃത്വത്തെയും കേന്ദ്രം അവഗണിക്കുകയാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. 8 ലക്ഷത്തിന് മേലോട്ട് പിടിച്ചില്ലേ, മാണിസാറിന് കിട്ടിയതിനൊക്കെ കൂടുതലായില്ലേ. മാത്രമല്ല BDJS ചേർന്നതുകൊണ്ടാണല്ലോ BJPക്ക് ഇവിടെ 15% വോട്ട് കിട്ടിയത്. അല്ലെങ്കിൽ BJPക്ക് കേരളത്തിൽ 15% വോട്ട് എവിടെ ഇരിക്കുന്നു? അവർക്ക് ഇതിക്ക് മുമ്പ് കിട്ടിയത് 4-5% വോട്ടല്ലേ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ഈ കൂട്ടായ്മയോടുകൂടി അവർക്കൊരു 10-15% വോട്ട് കിട്ടി എന്നുള്ളത് സത്യം തന്നെയാണ്. ഇതെല്ലാം ആണെങ്കിൽ തന്നെ ആ കൂട്ടായ്മയോടുകൂടി കിട്ടിയ ബലം, ആ ബലം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സെൻട്രലിൽ നിന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഇന്ന് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. BJPയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് വളർന്നു വരണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഇവിടുത്തെ കേരള പൊളിറ്റിക്സിൻ്റെ ഐക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ താമസം വരുമായിരിക്കും. എന്തുമാകട്ടെ, അത് കണക്കാക്കി ഈ പരിഗണനയും പരിരക്ഷയും ഇതുവരെ കിട്ടാത്ത ഈ വിഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുവാൻ സെൻട്രലിലുള്ള BJP നേതൃത്വം തയ്യാറാകണ്ടേ? BJP നേതൃത്വത്തിൻ്റെ വക്താവല്ലയാണെങ്കിൽ പോലും അവർക്കും എന്ത് കൊടുത്ത്? അവർ ഈ യുദ്ധം ചെയ്ത് കേരളത്തിൽ കഴിയാൻ തുടങ്ങി എത്ര നാളായി? അവർക്കെന്ത് കിട്ടി? അവർക്കും ഒന്നും കിട്ടാത്തുന്നില്ല. അവരാണെന്നുണ്ടെങ്കിൽ നേതൃത്വം നിന്ന് മുരളിയെ മാറ്റിയിട്ട് നേരെ കുമ്മനത്തെ കൊണ്ടുവന്നു. കുമ്മനം ഒരു സാത്വികനാണ്, കാഷായ വസ്ത്രം ധരിക്കാത്ത ഒരു സന്യാസിയാണ്.
പക്ഷെ ഇതെല്ലാം മാറ്റിയും മറിക്കാനും ചെയ്തിട്ട് അനുയായിക്ക് വേണ്ട മേടിച്ചു കൊടുക്കാനോ നേതാക്കന്മാർക്ക് സാധിക്കുന്നില്ല. സുരേഷ് ഗോപി പോലും പാർട്ടി മെമ്പറാകുന്നത് എം പി ആയ ശേഷമാണ്. അദ്ദേഹത്തിന് കൊടുത്തതിൽ കുഴപ്പമില്ലെങ്കിലും വേറെ ഒരാൾക്കും കൊടുത്തു, 2 പേർ കേരളത്തിൽ നിന്ന് കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഇതിനുവേണ്ടി ത്യാഗം അനുഷ്ഠിച്ചവരെ കൂടി അതിൻ്റെ ലിസ്റ്റിൽപ്പെടുത്തി ആദ്യത്തിൽ ഒന്ന് കൊടുക്കേണ്ടതായിരുന്നു. ആർക്കും കൊടുത്തില്ല. അതിലൊക്കെ BJPയിലുള്ള ആളുകൾക്ക് വളരെ വിഷമം, ദുഃഖമുണ്ട്. അതൊരു പരസ്യമായി അവർക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് പറയാം. കാരണം എന്നോട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടി അച്ചടക്കം എന്നെ ബാധിക്കുകയാണ്. ഞാൻ അവരുടെ പാർട്ടിയല്ല. അതെങ്ങനെ കടന്നു മോശമല്ലേ? വളരെ തിരഞ്ഞെടുപ്പല്ലേ, ഇവർ ഭരണത്തിൽ വന്നിട്ട് 3ാമത്തെ കൊല്ലമല്ലേ? കൊല്ലമായിട്ട് എത്ര കോർപ്പറേഷനാണ് ഇവിടെ ചെയ്യാതെ കിടക്കുന്നത്? ഇവിടെ തന്നെ ഫില്ല് ചെയ്ത് കലവൂരല്ലേ നമ്മുടെ നാളികേര കയർ ബോർഡ്. ആ കയർ ബോർഡിന് എവിടുത്തുകാരനെ കൊണ്ട് വെച്ചത്, തമിഴ്നാടുകാരനെ വെച്ചത്. ആ വെച്ചിട്ട് പോലും അതിനൊരു മലയാളിയെ പോലും അതിനകത്ത് ആ ബോർഡിനകത്തൊന്നും വെച്ചിട്ടില്ല. പണ്ടും മലയാളികളുണ്ടാകുമായിരുന്നു ബോർഡിലെങ്കിലും. ചെയർമാന്മാർ മിക്കവാറും മലയാളികളായിരുന്നു. ഇപ്പോൾ ചെയർമാനും ഇല്ല, ബോർഡിലും ആരുമില്ല. അതാണെന്നുള്ള കാര്യം സംശയമില്ലല്ലോ. എന്തായാലും ഇപ്പോഴത്തെ അതിനനുസരിച്ച് മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവഗണനയാണ് BJPക്ക്. BJPയിൽ നിന്ന് BDJS ഉണ്ടാകുന്നതെങ്കിൽ അവർ അന്ത്യം വരെ നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. അത് ഏതായാലും പരിഗണനയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും എന്നും എല്ലാവരെയും എക്കാലത്തും പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അത് ഒരു അവസരത്തിന് വേണ്ടി അവർ കാത്തു നിൽക്കും. ആ അവസരങ്ങൾ കാത്തു നിന്നിട്ടും അതുകൊണ്ടും പ്രയോജനം കാണാതെ വരുമ്പോൾ അവർ ഗുഡ് ബൈ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. BDJS അകന്നു പോവുകയും BJP ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ ദയനീയമായിരിക്കും അവരുടെ സ്ഥിതി. പറ്റില്ല. എങ്ങനെ ഉണ്ടാകാൻ? ആരാ വോട്ട് ചെയ്യാതിരിക്കുന്നത്? BJP ദേശീയ കൗൺസിലിന് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് പതാക ഉയർത്തി ഉച്ചയ്ക്ക് സമാപന സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, ഇന്നത്തെ കാര്യപരിപാടികൾ എന്താണ്? അരുൺ, BJPയുടെ ദേശീയ കൗൺസിലിൽ ഇപ്പോൾ BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പ്രവർത്തകരെ, നേതാക്കളെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കും. BJP വലിയ മുന്നേറ്റമാണ് രാജ്യമെമ്പാടും നടത്തുന്നതെന്നാണ് അമിത്ഷാ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. മോദി സർക്കാർ മികച്ച പ്രതിച്ഛായയോടെ മുന്നോട്ട് പോവുകയാണ്. അഴിമതിയുടെ ഒരു ആരോപണം പോലും ഇതുവരെയും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ കഴിഞ്ഞ UPA സർക്കാർ വലിയ അഴിമതികളാണ് നടത്തിയതെന്നുൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് അമിത്ഷാ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ പതാക ഉയർത്തതോടുകൂടിയാണ് ദേശീയ കൗൺസിലിന് ഔപചാരികമായ തുടക്കമായത്. പ്രധാനമന്ത്രി മുഴുവൻ സമയവും ഈ ദേശീയ കൗൺസിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1700-ലധികം പ്രതിനിധികളാണ് കൗൺസിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വപ്നനഗരിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിലാണ് ഈ കൗൺസിൽ സമ്മേളനം നടക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ കൗൺസിലിന് സമാപനമാകും. ഉച്ചയ്ക്ക് ശേഷം ദീനദയാൽ ഉപാധ്യായ അനുസ്മരണ ചടങ്ങിലാണ് നടക്കുക. ഈ ചടങ്ങ് പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്യത്തിൻ്റെ ക്ഷേമ പദ്ധതികൾ, പാവപ്പെട്ടവർക്കുൾപ്പെടെ പ്രഖ്യാപിക്കുന്ന ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്നലെയും മിനിയാന്നുമായി കോഴിക്കോട് തന്നെ BJPയുടെ ദേശീയ നേതൃയോഗങ്ങൾ ചേർന്നിരുന്നു. വിവിധ വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയായി വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രമേയത്തിൽ മിക്കവാറും ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തെ ചുവട് പിടിച്ചുള്ള ചർച്ച തന്നെയായിരിക്കും നടത്തുക. ഉറി ഉൾപ്പെടെയുള്ള ഭീകരാക്രമണ വിഷയങ്ങളിൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകണം എന്ന പൊതുവികാരം തന്നെയാണ് BJP നേതൃത്വത്തിനുള്ളത് എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്നും വ്യക്തമായത്. അത് നയതന്ത്രപരമായ രീതിയിലേക്കായിരിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസംഗത്തെ ചുവട് പിടിച്ചുള്ള ചർച്ചകളായിരിക്കും ഇന്ന് നടക്കുക. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. കേരളത്തിൽ പ്രത്യേകിച്ച് BDJS-ഉമായുള്ള സഖ്യത്തിൽ ചില വിള്ളലുകൾ വീണ സാഹചര്യത്തിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ ഇന്ന് യോഗത്തിലുണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഊണിന് ഘടകകക്ഷി നേതാക്കളെ, NDAയുടെ ഘടകകക്ഷി നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട്. നാളെ ദേശീയ കൗൺസിലിന് ശേഷം നാളെ കോഴിക്കോട്ട് അമിത്ഷാ ഈ NDA ഘടകകക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുമുണ്ട്. അരുൺ, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ഇപ്പോൾ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ എല്ലാ പ്രമുഖ നേതാക്കളും മുഴുവൻ കമ്മിറ്റി അംഗങ്ങളും
യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഉറിയിലെ സൈനിക ആസ്ഥാനത്തുണ്ടായ ഭീകര ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് യോഗം തുടങ്ങിയത്. ധീര രക്തസാക്ഷികളായ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരാക്രമണം രാജ്യസുരക്ഷയിലുണ്ടായ വലിയ വീഴ്ചയായിട്ടാണ് യോഗം വിലയിരുത്തിയത്. കഴിഞ്ഞ ജനുവരിയിൽ പത്താൻകോട്ടിൽ നടന്ന ഭീകര അക്രമത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ശരിയായ നടപടികൾ സ്വീകരിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടായ പരാജയമാണ് ഈ കടുത്ത ഭീകര ആക്രമണത്തിലേക്ക് വഴിതെളിയിച്ചത്. BJP ഭരണത്തിന് കീഴിൽ രാജ്യസുരക്ഷ ഭദ്രമല്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഭീകരപ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി അണിചേരേണ്ട സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ BJPയുടെ ദേശീയ സമ്മേളനം മാറ്റിവെക്കേണ്ടതായിരുന്നു. രാജ്യത്തെ ബാധിക്കുന്ന മർമ്മപ്രധാനമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പാർട്ടി വേദിയിലല്ല, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പാർലമെൻറ്റിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. രാജ്യം ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട ഈ സന്ദർഭത്തിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുക, വർഗീയ സംഘടനകളിലേക്കും കലാപങ്ങളിലേക്കും രാജ്യത്തെ എത്തിക്കുക, രാജ്യത്തെ അതിസങ്കീർണമായ ഇത്തരം ഒരവസ്ഥയിൽ കൊണ്ടുപോകുക, അതിനൊക്കെ ആക്കം കൂട്ടാനാണ് BJPയുടെ ദേശീയ സമ്മേളനം ഇപ്പോൾ ചേർന്നിട്ടുള്ളത്. അധികാരത്തിൻ്റെ തണലിൽ അത്യാഡംബരപൂർവ്വം നടത്തുന്ന ഈ സമ്മേളനങ്ങൾക്ക് ജനമനസ്സുകളിൽ യാതൊരു സ്വാധീനവും ഉണ്ടാക്കാനാവില്ല. കേരളത്തിൽ ഭാവിയിൽ സർക്കാർ ഉണ്ടാക്കും എന്ന അമിത്ഷായുടെ പ്രഖ്യാപനം കേവലം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ഈ ആഡംബരപൂർവ്വം BJP സമ്മേളനം നടത്തുകയും പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ കേരളത്തോട് BJP സർക്കാർ കടുത്ത അവഗണനയാണ് കാണിച്ചിട്ടുള്ളത്. നേരത്തെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് റബ്ബർ കർഷകരെ രക്ഷിക്കും എന്ന് പ്രഖ്യാപിച്ചു. പക്ഷെ അതെല്ലാം പാഴ്വാക്കായി, ഒന്നും നടന്നില്ല. റബ്ബർ കർഷകരെ തീർത്തും അവഗണിച്ചു. കാർഷിക മേഖലയെ അവഗണിച്ച മോഡി ഭരണകൂടം മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വയ്ക്കാൻ അവസരം നൽകുന്ന ആ രീതിയിൽ തീരപരിപാലന നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള കേരളത്തിൻ്റെ ആവശ്യം ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല. എന്തിനേറെ ഏറ്റവും അവസാനം
സ്മാർട്ട് സിറ്റികൾ 2ാം ഘട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ കേരളത്തെ ഒരു നഗരത്തെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ കൊച്ചി വന്നതൊഴികെ പിന്നീട് അർഹമായ കേരളത്തിലെ ഒരു ഒറ്റ നഗരത്തെ പോലും ഉൾപ്പെടുത്താതെ അവഗണിച്ചു. അക്ഷരാർത്ഥത്തിൽ BJPയും CPMഉം കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമം നടത്തുന്നത്. അവർ ഇരുവരും പരസ്പരം ആളെ കൊല്ലുന്ന രാഷ്ട്രീയം ഒരു ഭാഗത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്ന പരസ്പര സഹായകരമായ സമീപനവുമായി അവർ മുന്നോട്ട് പോകുന്നു. BJPക്ക് മുതലെടുക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും CPM ഭരണകൂടവും CPM നേതാക്കന്മാരും ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സമീപനം CPMനും അതുപോലെ. ഇരു കൂട്ടരെയും ലക്ഷ്യം സംസ്ഥാനത്തെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് CPMൻ്റെയും BJPയുടെയും അക്രമ രാഷ്ട്രീയത്തിനും വർഗീയവൽക്കരണത്തിനും വർഗീയ ധ്രുവീകരണത്തിനുള്ള എല്ലാ നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ ക്യാമ്പയിൻ നടത്തി ജനങ്ങളെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അണിനിരത്താൻ തീവ്രമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതിനാസ്പദമായ രീതിയിൽ പല പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 മുതൽ, ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 വരെ സേവ് നാഷൻ സേവ് പീപ്പിൾ എന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളമൊട്ടാകെ എല്ലാ തലങ്ങളിലും വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒക്ടോബർ 2 ഗാന്ധി പാർക്കിൽ നിന്നും തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തേക്ക് KPCC പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഗാന്ധി സ്മൃതി യാത്ര, ഗാന്ധിജിയിലേക്ക് മടങ്ങുക, അക്രമം വെടിയുക എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്നതാണ്. ഗാന്ധി ജയന്തി വാരാഘോഷത്തിനിടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം പാർട്ടി ഘടകങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും മാലിന്യ സംരക്ഷണവും അതുപോലെ തന്നെ ദളിത് വേട്ടയ്ക്കെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ നടക്കുന്ന ദളിത് വേട്ട. KPCC രാഷ്ട്രീയകാര്യ സമിതിയുടെ ആദ്യ യോഗത്തിന് ശേഷം സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കരാർ അക്ഷരാർത്ഥത്തിൽ സർക്കാർ മെഡിക്കൽ മാനേജ്മെൻറ്റിന് മുന്നിൽ മുട്ടുകുത്തി എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ്. സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വൻ വർധനവാണ് ഫീസുകളുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പല തലങ്ങളിലുള്ള വർധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച സത്യാഗ്രഹ സമരത്തിലേർപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, അവർക്ക് നേരെ ഇന്നലെ പോലീസ് നടത്തിയ കടുത്ത മർദ്ദനം പ്രതിഷേധാർഹമാണ്. ഇതേക്കുറിച്ച് ഗവൺമെൻറ് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. മാനേജ്മെൻറ്റുകളും സർക്കാരും തമ്മിലുണ്ടാക്കിയ ഈ കരാറ്, ജനദ്രോഹപരമായ ഈ കരാറ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തിന്